നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സായുധ പോരാട്ടം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച 14 സമാധാന കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ മേഖലയിൽ യുദ്ധഭീതി വീണ്ടും ശക്തമാകുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ 47 വർഷമായി മാനവരാശിയോട് ഇറാൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് അവർ ഇതുവരെ മതിയായ വില നൽകിയിട്ടില്ല എന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ തുറന്നടിച്ചു. ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ ഉടൻ പരിശോധിക്കുമെങ്കിലും അവ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന കർക്കശമായ നിലപാടിലാണ് വൈറ്റ് ഹൗസ്. യുദ്ധം അവസാനിപ്പിക്കാനായി തങ്ങൾ അയച്ച 9 നിർദ്ദേശങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ 14 പദ്ധതി സമർപ്പിച്ചത്. കേവലം ഒരു വെടിനിർത്തലിന് പകരം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമേരിക്കൻ സേന ഇറാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും പിൻവലിക്കുക, ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുക, ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും പോരാട്ടം അവസാനിപ്പിക്കുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും ട്രംപ് വെളിപ്പെടുത്തി. ഇറാന്റെ സൈനിക കരുത്ത് തകർക്കുന്നത് അവരെ വീണ്ടും സായുധ ശക്തിയാക്കുന്നത് തടയാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ സമാധാന കരാറിനായി വെമ്പുകയാണ്. എന്നാൽ ആരാണ് അവരുടെ നേതാവെന്നത് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ സൈനിക ആക്രമണങ്ങൾ പുനരാരംഭിക്കാൻ മടിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനിക നടപടികളെ ട്രംപ് കടൽക്കൊള്ളയോട് ഉപമിച്ചതിനെതിരെ ഇറാൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ചരക്കുകൾ വശത്താക്കുന്നതും കടൽക്കൊള്ളയ്ക്ക് തുല്യമാണെന്ന് ട്രംപ് തന്നെ സമ്മതിച്ചിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നത്. അമേരിക്കയുടെ ഈ ക്രിമിനൽ നടപടികളെ അപലപിക്കാൻ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും തയ്യാറാകണമെന്ന് ഇറാൻ വക്താവ് ഇസ്മയിൽ ബഗായിയും ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ ഉപരോധം മൂലം ശ്വാസം മുട്ടുന്ന ഇറാൻ സമാധാനത്തിനായി വലിയ സമ്മർദ്ദത്തിലാണ്. 30 ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ ഇറാൻ ഇതുവരെ അനുഭവിച്ച തിരിച്ചടികൾ പോരാ എന്ന ട്രംപിന്റെ നിലപാട് ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സമാധാന പദ്ധതികൾ പരാജയപ്പെട്ടാൽ മേഖല വീണ്ടും ഒരു വലിയ സൈനിക നീക്കത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദക്ഷിണ ലെബനനിലെ സ്ഥിതിഗതികളും സങ്കീർണമായി തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം ലെബനനിലെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഹിസ്ബുള്ളയാകട്ടെ ഇസ്രായേൽ സൈനിക യൂണിറ്റുകളെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ശക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഗ്രൗണ്ടിൽ ആക്രമണങ്ങൾ തുടരുന്നത് നയതന്ത്ര ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. അമേരിക്കയുടെ അടുത്ത നീക്കം എന്താകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും മിഡിൽ ഈസ്റ്റിലെ സമാധാനം. ഇതിനിടെ ക്യൂബ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാനിലെ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ക്യൂബയെ വെറുതെയിലാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ക്യൂബൻ സർക്കാരിന് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. എന്നാലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നാണ് ക്യൂബൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്.